कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः। श्री सीता लक्ष्मण भरत शत्रुघ्न हनुमल समेत श्रीरामचन्द्रस्वामिने नमः। यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ശ്ലോകം 58 വരെ ചെയ്തു. അപ്പോൾ അതിൽ എന്താ പറഞ്ഞു വെച്ചാൽ, ശ്രീരാമൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പൗരജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ കുറച്ച് അപ്പുറത്ത് ഉറങ്ങിക്കിടന്നായിരുന്നു പറഞ്ഞുല്ലോ. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സുമന്ത്രരോട് പറഞ്ഞു വേഗം തേര് തെളിക്കൂ എന്ന് പറഞ്ഞിട്ട് തേര് ആദ്യം അയോധ്യയുടെ ദിശയിലേക്ക് തെളിച്ചു. അപ്പോൾ ആ ചക്രത്തിൻ്റെ പാട് മുഴുവൻ കണ്ടാൽ തോന്നും ശ്രീരാമൻ അയോധ്യയിലേക്ക് തിരിച്ചു പോയി നീ. അങ്ങനെ അവർ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം അയോധ്യയുടെ ആ ദിശയിൽ രഥം പോയി. അത് കഴിഞ്ഞിട്ട് വേഗം കാട്ടിലേക്ക് തന്നെ ഇങ്ങോട്ട് പോയി. അപ്പോൾ ഇവർ ഉണർന്ന് നീട്ടപ്പോൾ ശ്രീരാമൻ്റെ രഥത്തിൻ്റെ ചക്രം ഉരുണ്ട ആ പാട് കണ്ടപ്പോൾ വിചാരിച്ചു അയോധ്യയിലേക്ക് തന്നെ മടങ്ങി വിചാരിച്ച് അവർ നടന്നു അയോധ്യയിലെത്തി. അവർ അപ്പോഴാണ് മനസ്സിലായത് ശ്രീരാമൻ പോയിരിക്കണമെന്ന്. അപ്പോൾ പിന്നെ ശ്രീരാമസ്മരണയിൽ അവർ ദിവസങ്ങൾ കഴിച്ചു കൂട്ടി നമ്മൾ പറഞ്ഞു നിർത്തി അല്ലേ. ഇനി പാവം അല്ല, എത്ര നന്നായിട്ട് അതൊക്കെ പറഞ്ഞിരിക്കണു അല്ലേ. പിന്നെ വാൽമീകി മഹർഷിയാണെങ്കിലും വ്യാസമഹർഷിയാണെങ്കിലും ഒക്കെ ആ ഒരു അവരുടെ ഒരു മനസ്സിൻ്റെ ഇതൊക്കെ നമുക്ക് നല്ലോണം ഉള്ളിൽ തട്ടൂരോ അല്ലേ. 59, 60, 61, 62 4 ഒന്നിച്ച് നമുക്ക് ചെയ്യാം. സുമന്ത്രോപിരഥം ശീഘ്രം നോദയാമാസ സാദരം സ്ഫീതാൻ ജനപദാൻ പശ്യൻ രാമ സീതാസമന്വിത ഗംഗാതീരം സമാഗച്ഛ ശൃംഗിവേരാവിദൂരത ഗംഗാം ദൃഷ്ട്വാ നമസ്കൃത്യ സ്നാത്വാ സാനന്ദമാനസ ശിംശപാവൃക്ഷമൂലേ സനിഷസാദ രഘൂത്തമ തതോ ഗുഹോ ജനൈഃ ശ്രുത്വാ രാമാഗമമഹോത്സവം സഖായം സ്വാമിനം ദ്രഷ്ടും ഹർഷാർത്തൂർണം സമാപതത് ഫലാനി മധുപുഷ്പാദി ഗൃഹീത്വാ ഭക്തി സംയുത. ഇനി ഗുഹനെ കാണുന്നതൊക്കെയാണ് കേട്ടോ. സുമന്ത്ര അഭിസാദരം രഥം ശീഘ്രം നോദയാമാസ. സുമന്ത്രരുടെ രഥം വേഗം ഓടിച്ചു. എന്നിട്ടോ സീതാസമന്വിത രാമ, സീതയോടുകൂടിയ രാമൻ സ്ഫീതാൻ ജനപദാൻ പശ്യൻ, നല്ല വളരെ പുഷ്ടി, അതായത് നല്ല ഭൂയിഷ്ടമായിട്ടുള്ള ആ ഭൂമി നോക്കിയിട്ട് ശൃംഗിവേരാവിദൂരത ഗംഗാതീരം സമാഗച്ഛത്. ശൃംഗിവേരം എന്ന് പറഞ്ഞാൽ ആശ്രമത്തിന് അടുത്തുള്ള, അധികം ദൂരെ അല്ലാതെ, ശൃംഗിവേരാശ്രമത്തിൽ നിന്ന് അധികം ദൂരെ അല്ലാത്ത ഗംഗാതീരത്തെ പ്രാപിച്ചു എന്ന്. അതായത് അവിടെ ഗംഗാതീരത്ത് ഒരു ശൃംഗിവേരാശ്രമമുണ്ട്. ആ ആശ്രമത്തിന് അധികം ദൂരമില്ലാത്ത സ്ഥലത്തെത്തി. ഗംഗാം ദൃഷ്ട്വ നമസ്കൃത്യ സ്നാത്വ, ഗംഗാനദിയെ കണ്ടിട്ട് വേഗം നമസ്കരിച്ചു. എന്നിട്ട് അതിൽ കുളിച്ചു. സാനന്ദമാനസഹ സ രഘുത്തമ, എന്നിട്ട് അത്ര സന്തോഷമായി. ഗംഗാനദി കണ്ടപ്പോൾ നമസ്കരിച്ച് അതിൽ കുളിച്ച് വളരെ ആനന്ദത്തോടു കൂടിയിട്ടുള്ള മനസ്സായി. ആർക്ക്? ശ്രീരാമന്. ശിംശപാവൃക്ഷമൂലെ നിഷസാദ, ശിംശപാവൃക്ഷമൂലത്തിൽ വസിച്ചു എന്ന്, അതായത് ആലിൻ്റെ ചോട്ടിൽ ഇരുന്നു. തതഹ ഗുഹ, അനന്തരം ഗുഹൻ രാമാഗമ മഹോത്സവം ജനൈഹി ശ്രുത്വ, ആൾക്കാർ പറഞ്ഞിട്ട്, ആ കാട്ടിലത്തെ ആൾക്കാർ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ശൃംഗിവേരത്തിലത്തെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ട്, ഗുഹൻ എന്ന് പറഞ്ഞിട്ടുള്ള തോണി കടത്തുകാരൻ ശ്രീരാമൻ വന്ന വിവരം അറിഞ്ഞിട്ട്, കേട്ടിട്ട്, അതായത് ശ്രീരാമൻ വരുന്ന ഉത്സവം തന്നെ പറയണ്ട, രാമാഗമ മഹോത്സവത്തിനെ പറ്റിയിട്ട് കേട്ടിട്ട്, അതായത് ഇങ്ങനെ ഒരാളല്ലെങ്കിൽ ഒരാൾ പറഞ്ഞപ്പോൾ ഇങ്ങനെ ശ്രീരാമൻ കാട്ടിലേക്ക് വരികയാണ്, ദശരഥൻ പോകാൻ പറഞ്ഞു, ശ്രീരാമൻ കാട്ടിലേക്ക് വരിക എന്നൊക്കെ ആരെങ്കിലും ഒരാൾ അറിഞ്ഞാൽ, ഒരാൾ കാട്ടിലേക്ക് വിറക് വെട്ടാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെ കണ്ട വേറൊരാളോട് പറയും. അങ്ങനെയാണ് പിന്നെ ഗുഹൻ കേട്ടിട്ടുണ്ടാവുക അല്ലേ.
സഖായം സ്വാമിനം ദൃഷ്ടും. അപ്പോൾ സ്വാമിയെ ദർശിപ്പാനായിക്കൊണ്ട്, അതായത് ഭഗവാനെ കാണാനായിക്കൊണ്ട് വലിയ ഭക്തനാണ് ഗുഹനെ. അപ്പോൾ അത്ര ഭക്തനായതുകൊണ്ട് ശ്രീരാമഭഗവാൻ കാട്ടിലേക്ക് വരുമെന്ന് കേട്ടപ്പോൾ അത്ഭുതവും സന്തോഷമായി. കാരണം ഒരിക്കലും രാജാക്കന്മാർ നായാട്ടിന് വന്ന് പോവല്ലേ ഉള്ളൂ, അല്ലാണ്ട് അങ്ങനെ താമസിക്കാൻ ഒരിക്കലും വരില്ലല്ലോ. അപ്പോൾ ഈ കഥകളൊക്കെ കേട്ട് ശ്രീരാമൻ വന്നു എന്ന് കേട്ടപ്പോൾ വളരെ കാണാനുള്ള ആഗ്രഹം കൊണ്ടേ ഫലാനി മധുപുഷ്പാദി ഗൃഹീത്വ, നല്ല പഴുത്ത സ്വാദുള്ള പഴങ്ങളും പിന്നെ എന്താ പറയുക തേനും ധാരാളം പുഷ്പങ്ങളും ഒക്കെ കയ്യിൽ പിടിച്ചിട്ട് ഹർഷാത് സമാപതത്, സന്തോഷത്തോടെ അവിടെ വന്നു എന്ന്. എന്താ പറഞ്ഞാൽ സുമന്തരര് നമുക്ക് പോവുക, അവർ ഉറങ്ങിക്കിടക്കലേ, വേഗം പോവുക എന്ന് പറഞ്ഞുല്ലോ ശ്രീരാമൻ സുമന്തരരുടെ എന്താണ് സാരഥിയോട്. അപ്പോൾ സുമന്തരര് വളരെ ആദരവോട് കൂടിയിട്ട് തേര് വേഗം തളിച്ചിട്ട് പിന്നെ എന്താണ് അവർ വളരെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള പ്രദേശങ്ങളൊക്കെ പോണ വഴിക്ക് കണ്ടും കൊണ്ട് ശൃംഗി എന്ന് പേരായ ഋഷി തപസ് ചെയ്തിരുന്ന, അതാണ് ശൃംഗിവേരം. അവിടുത്തെ പിന്നെ എന്താണ് ഋഷിയുടെ പേര് ശൃംഗി എന്നാണ്. ശൃംഗി തപസ് ചെയ്തിരുന്ന ശൃംഗിവേരം എന്ന പേരായ ആശ്രമത്തിൻ്റെ അടുത്ത് എത്തി. ഗംഗാതീരത്താണ്. എന്നിട്ട് അപ്പോൾ ഗംഗ നദിയെ കണ്ടപ്പോൾ ശ്രീരാമൻ അത്രയും പുണ്യനദിയല്ലേ, അപ്പോൾ പുണ്യനദിയെ കണ്ട് നമസ്കരിച്ചിട്ട് മനസ്സിൽ വളരെ ആനന്ദം നിറഞ്ഞിട്ട് എന്ത് ചെയ്തു, അവിടെ തന്നെ ആ ഗംഗാതീരത്തിനുള്ള ഒരു ശിംശപാവൃക്ഷത്തിൻ്റെ അടിയിലിരുന്നു. അപ്പോൾ ശ്രീരാമൻ വന്നിരിക്കണു എന്നുള്ള വലിയ വാർത്ത, ഉത്സവ വാർത്ത കേട്ടിട്ട് ഈ ശ്രീരാമനെ കാണാനുള്ള അതിയായ ആഗ്രഹവും സന്തോഷവും എല്ലാം ഉണ്ട് കേട്ടോ. ഗുഹൻ എന്ത് ചെയ്തു, വലിയ ജ്ഞാനിയാണ്, ഭക്തനാണ് അപ്പോൾ ശ്രീരാമൻ എൻ്റെ സ്വാമിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ശ്രീരാമൻ എന്നെ മനസ്സിൽ ചിന്തിക്കുന്ന ആളുമാണ് ഗുഹൻ. വേഗം ധാരാളം നല്ല പഴുത്ത സ്വാദുള്ള പഴങ്ങളും തേനും, കാട്ടിൽ നിന്ന് ശേഖരിച്ച തേനും ധാരാളം പുഷ്പങ്ങളൊക്കെ കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് അങ്ങോട്ട് എത്തി. ഗുഹൻ. സുമന്ത്രോപിരഥം ശീഘ്രം നോദയാമാസ സാദരം സ്ഫീതാൻ ജനപദാൻ പശ്യൻ രാമ സീതാസമന്വിത ഗംഗാതീരം സമാഗച്ഛ ശൃംഗിവേരാവിദൂരത. അവിദൂരത വെച്ചാൽ അകലെയല്ലാതെയാണ്. ശൃംഗിവേരാശ്രമത്തിന് അവിദൂരത, അകലെയല്ലാതെ. ഗംഗാം ദൃഷ്ട്വാ നമസ്കൃത്യ സ്നാത്വാ സാനന്ദമാനസ ശിംശപാവൃക്ഷമൂലേ സ നിശസാദരഘുത്തമ തതോ ഗുഹോ ജനൈ ശ്രുത്വാ രാമാഗമമഹോത്സവം സഖായം സ്വാമിനം ദൃഷ്ടും ഹർഷാർത്തൂർണം സമാപതത് ഫലാനി മധുപുഷ്പാദി ഗൃഹീത്വാ ഭക്തി സംയുത. ഭക്തി, വളരെ ഭക്തിയോട് കൂടിയിട്ടാണ് ഇതെല്ലാം കൊണ്ടുവന്നത്. എന്ത് ഫലങ്ങളും തേനും പുഷ്പങ്ങളും ഒക്കെ. ഇനി 63. അപ്പോൾ അവിടെ എത്തി, പിന്നെ ശ്രീരാമൻ ഇരിക്കുന്നിടത്ത് എത്തി. ഗുഹനെ രാമസ്യാഗ്രേ വിനിക്ഷിപ്യ ദണ്ഡവത് പ്രാപതദ്ഭുവി ഗുഹമുത്ഥാപ്യതം തൂർണം രാഘവ പരിഷസ്വജേ. രാമസ്യ അഗ്രേ വിനിക്ഷിപ്യ, രാമൻ്റെ മുമ്പിൽ ആ കാഴ്ച സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഭുവി ദണ്ഡവൽ പ്രാപതത്, ദണ്ഡ നമസ്കാരം ചെയ്തു, വീണ് നമസ്കരിച്ചു, ഒരു വടി പോലെ വീണ് നമസ്കരിച്ചു. രാഘവ തം ഗുഹം തൂർണം ഉത്ഥാപ്യ, വേഗം ശ്രീരാമൻ ഗുഹനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പരിഷസ്വജേ, പരിഷ്വംഗം ചെയ്തു, പിന്നെ ആലിംഗനം ചെയ്തു. വേഗം ശ്രീരാമനെ കണ്ട ഉടനെ ഈ കാഴ്ച വയ്ക്കാനായിട്ട് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കാൽക്കൽ വെച്ചങ്ങട് ദണ്ഡ നമസ്കാരം ചെയ്തു. എന്നിട്ടോ അപ്പോൾ ശ്രീരാമൻ അറിയാൻ ഭക്തനാണെന്നൊക്കെ അറിയാലോ. ശ്രീരാമൻ വേഗം പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ആലിംഗനം ചെയ്തു. എന്താ ഭാഗ്യം അല്ലേ, പിന്നെ ഗുഹൻ്റെ ആലിംഗനം ചെയ്തു. രാമസ്യാഗ്രേ വിനിക്ഷിപ്യ ദണ്ഡവത് പ്രാപതദ്ഭുവി ഗുഹമുത്ഥാപ്യതം തൂർണം രാഘവ പരിഷസ്വജേ. ഇനി 64. സംപൃഷ്ടകുശലോ രാമം ഗുഹ പ്രാഞ്ജലിരബ്രവീത് ധന്യോഹമദ്യ മേ ജന്മ നൈഷാദം ലോകപാവന. അത്ര ഒരു സന്തോഷമായി. സംപൃഷ്ടകുശല ഗുഹ, കുശലം ചോദിക്കപ്പെട്ട ഗുഹൻ. അതായത് എന്താണെന്നൊക്കെ കുശലം ചോദിക്കുമല്ലോ നമ്മൾ കണ്ടാലൊരു
ഒരാളെ കാണുമ്പോൾ നമ്മൾ വെറുതെ സുഖല്ലേ എന്നൊക്കെ ചോദിക്കൂല. അങ്ങനത്തെ കുശലം ചോദിക്കപ്പെട്ട മീൻസ് ശ്രീരാമൻ ഗുഹനോട് കുശലം ചോദിച്ചപ്പോൾ എന്താ, പ്രാഞ്ജലിഹി രാമം അബ്രവീത്, ആ 2 കൈയും കൂപ്പിക്കൊണ്ട് മറുപടി പറഞ്ഞു, അഹം ധന്യ, ഞാൻ ധന്യനായി, ലോകപാവന, ഈ ലോകത്തെ മുഴുവൻ പരിശുദ്ധാക്കുന്ന ഒരു ഭഗവാനാണ് എൻ്റെ മുമ്പിലിരിക്കണതേ. മേ നൈഷാദൻ ജന്മ ആദ്യ ധന്യം, എൻ്റെ ഈ കാട്ടാള ജന്മം ഇപ്പോഴാണ് ധന്യായത്. ഞാൻ വേറൊരു കാട്ടാളൻ, അങ്ങോ ഈ ലോകത്തിനെ മുഴുവൻ പരിശുദ്ധമാക്കുന്ന പരിശുദ്ധ ആത്മാവ്. അപ്പോൾ ഞാനിവിടെ എത്തിപ്പെട്ടതിൽ ഞാൻ വളരെ ഭാഗ്യവാനാണ്. അതാണ് ഞാൻ ധന്യനായി. എൻ്റെ കാട്ടാള ജന്മം, ഞാനൊരു കാട്ടാളനായി ജനിച്ച, അല്ലെ കാട്ടിലത്തെ ആൾക്കാരാണല്ലോ, ഞാനൊരു ജാതിക്കാരനാണ്. ആ കാട്ടുജാതിയിൽ ജനിച്ച എൻ്റെ ജന്മമുണ്ടല്ലോ ഇപ്പോൾ സഫലായിന്ന്, ഇപ്പം ധന്യായി, സഫലായി, ഇനി എന്തു വേണം എന്ന്. സംപൃഷ്ടകുശലോ രാമം ഗുഹ പ്രാഞ്ജലിരബ്രവീത്, ധന്യോഹമദ്യമേ ജന്മ നൈഷാദം ലോകപാവന. അതായത് ഞാൻ ധന്യായി എന്ന് മാത്രമല്ല, എൻ്റെ ജന്മം തന്നെ സഫലായി. ഇനി 65, 66, 67. അല്ലെങ്കിൽ ഒരു കാട്ടാളിന് ഇങ്ങനൊരു ഭാഗ്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ വളരെയധികം ഭാഗ്യം ചെയ്ത ആളാണെന്നാണ്. ബഭൂവ പരമാനന്ദ സ്പൃഷ്ട്വാ തേംഗം രഘൂത്തമ, നൈഷാദരാജ്യമേതത്തെ കിം കരസ്യ രഘൂത്തമ, ത്വദധീനം വസന്നത്ര പാലയാസ്മാൻ രഘൂദ്വഃ, ആഗച്ഛയാമോ നഗരം പാവനം കുരുമേ ഗൃഹം, ഗൃഹാണഫലമൂലാനി ത്വദർത്ഥം സഞ്ചിതാനി മേ, അനുഗൃഹീഷ്വ ഭഗവൻ ദാസസ്തേഹം സുരോത്തമ. രഘുത്തമ തേ അംഗം സ്പൃഷ്ട്വ പരമാനന്ദ ബഭൂവാന്ന്. ഹേ രഘുശ്രേഷ്ഠ, അതാണ് രഘുത്തമ എന്നാണ് വിളിച്ചത്. അങ്ങ് എന്നെ ആലിംഗനം ചെയ്തപ്പോൾ അങ്ങയുടെ ശരീരം ഞാൻ തൊട്ടുല്ലോ. ആലിംഗനം ചെയ്തപ്പോൾ എനിക്ക് എന്തൊന്നില്ലാത്ത ആനന്ദം തോന്നണു. അങ്ങ് എന്നെ തൊട്ടപ്പോളേ, അങ്ങ് എന്നെ ആലിംഗനം ചെയ്തപ്പോൾ അങ്ങയുടെ ആ സ്പർശം കൊണ്ട് എനിക്കുണ്ടായ ആനന്ദം എനിക്ക് വാക്കുകളെ കൊണ്ട് പറഞ്ഞറിയിക്കാൻ വയ്യ. രഘുത്തമ, പിന്നെ രഘുനാഥ, നൈഷാദ രാജ്യം, എനിക്ക് അങ്ങയ്ക്ക് തരാൻ എന്താ ഉള്ളത്? എൻ്റെ ഞാൻ ഈ കാട്ടാള രാജ്യത്തെ രാജാവാണ് ഞാൻ. അതുകൊണ്ട് ഈ കാട്ടാളന്മാരുടെ ഈ രാജ്യം ഉണ്ടല്ലോ, നൈഷാദ രാജ്യം, തേ കിങ്കരസ്യ, അങ്ങയുടെ ദാസൻ്റേത്, ത്വദധീനം, അങ്ങയ്ക്ക് തരട്ടെ. ഞാൻ എൻ്റെ ഈ രാജ്യം തന്നെ അങ്ങയ്ക്ക് സമർപ്പിക്കുകയാണ്. എനിക്ക് എന്ത് തന്നാലും പോരാ അങ്ങയ്ക്ക്. അപ്പം ഈ കാട്ടാള രാജ്യത്തിൻ്റെ രാജാവാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ കാൽക്കൽ ഈ കാട്ടാള രാജ്യം തന്നെ ഞാൻ സമർപ്പിക്കുന്നു. തേ അത്ര വസൻ, ഇവിടെ വസിക്കൂ. രഘുദ്വഹേ രഘുത്തമ അസ്മാൻ പാലയ, അങ്ങെന്നാൽ ഇവിടെ അയോധ്യ എന്ന് പറഞ്ഞേച്ചില്ലേ, എന്നാൽ അങ്ങ് എൻ്റെ ഈ കാട്ടാള രാജ്യം അങ്ങോട്ട് എടുത്തോളൂ. എടുത്തിട്ട് ഇവിടെ ഞങ്ങളെയും ഭരിച്ച് ഇവിടെ താമസിച്ചോളൂ ഈ 14 കൊല്ലം. അസ്മാൻ പാലയ, ഞങ്ങളെ പാലിച്ചാലും ഇവിടെ രാജാവായിട്ടേ. ആഗച്ഛ, വരൂ. നഗരം യാമ, ഞങ്ങളുടെ ഈ കാട്ടാള രാജ്യത്തിൽ ഒരു ചെറിയൊരു നഗരമുണ്ട്, ചെറിയൊരു സ്ഥലം, 4 കൂടിയേ മുക്കെന്നൊക്കെ നമ്മൾ പറയണ പോലെ ഉണ്ടാവുള്ളൂ. അവിടേക്ക് വരൂ. മേ ഗൃഹം പാവനം കുരു, എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് എൻ്റെ ഗൃഹത്തിനെ ശുദ്ധീകരിക്കൂ. ത്വദർത്ഥം മേ സഞ്ചിതാനി ഫലമൂലാനി ഗൃഹാണ, അങ്ങനെയായിട്ടാണ് ഞാൻ ഈ നല്ല പഴങ്ങളും കിഴങ്ങുകളും തേനുമൊക്കെ കൊണ്ടുവന്നത്. ഭഗവൻ അനുഗൃഹീഷ്വ, എന്നെ ഭഗവാനെ അനുഗ്രഹിച്ചാലും. സുരോത്തമ അഹം തേ ദാസ, ഞാൻ അങ്ങയുടെ ദാസനാണ്. എന്തൊരു ഭക്തിയാണല്ലേ ഗുഹന്. ഒരറിവും ഒന്നുമില്ല അല്ലേ, ഒരു ജ്ഞാനമില്ല, തത്വജ്ഞാനം അറിയില്ല, ഭാഗവത ധർമ്മം എന്താണെന്നറിയില്ല, ഒന്നും അറിയില്ല. ഒരു കാട്ടുജാതിക്കാരൻ. എന്നിട്ടും നോക്കൂ ഭക്തി, അതേ വേണ്ടൂ എന്നാണല്ലോ ഭഗവാൻ പറയണത്. ആ ഭഗവാനുള്ള അനന്യഭക്തി, അതാണിപ്പോൾ നമ്മൾ കാണപ്പെടെ. ഹേ രഘുത്തമ, അങ്ങ് എന്നെ ആലിംഗനം ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള പരമാനന്ദം ഉണ്ടല്ലോ, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ഹേ രഘുത്തമ, കാട്ടാളന്മാരുടെ രാജ്യം
ഞാൻ അങ്ങയുടെ ദാസനല്ലേ, അതുകൊണ്ട് ഞാൻ ഇതാ ആ കാട്ടാള രാജ്യം അങ്ങയുടെ കാലത്തിൽ സമർപ്പിക്കണു. ഇവിടെ ഇരുന്ന് ഞങ്ങളെ പാലിക്കൂ, എൻ്റെ കൂടെ വരൂ, എന്നിട്ട് എൻ്റെ പിന്നെ ആ നഗരത്തിലേക്ക് പോവാം, എൻ്റെ വീടുള്ള സ്ഥലത്തേക്ക്. എന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഗൃഹത്തിനെ പരിശുദ്ധമാക്കി തീർക്കൂ. ഞാൻ അങ്ങയ്ക്ക് തരാനായിട്ടാണ് ഞാൻ ഈ ഫലമൂലാദികളൊക്കെ കൊണ്ടുവന്നത്. അതൊക്കെ സ്വീകരിക്കണേ സന്തോഷത്തോടെ. രഘുത്തമ, ഞാൻ അങ്ങയുടെ ദാസനാണ്. ഇതൊക്കെ സ്വീകരിച്ച് എന്നെ ഈ രാജ്യമടക്കം, ഈ ഫലമൂലാദികൾ മാത്രമല്ല, ഈ രാജ്യമടക്കം സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണേ. ബഭൂവ പരമാനന്ദം സ്പൃഷ്ട്വാ തേംഗം രഘുത്തമ നൈഷാദ രാജ്യമേതത്തെ കിം കരസ്യ രഘുത്തമ ത്വദധീനം വസന്നത്ര പാലയാസ്മാൻ രഘുദ്വഹ ആഗച്ഛയാമോ നഗരം പാവനം കുരു മേ ഗൃഹം ഗൃഹാണഫലമൂലാനി ത്വദർത്ഥം സഞ്ചിതാനി മേ അനുഗൃഹീഷ്വ ഭഗവൻ ദാസസ്തേഹം സുരോത്തമാം. ഞാൻ അങ്ങയുടെ ദാസനാണെന്ന്. എനിക്കിപ്പോൾ എന്താ ഓർമ്മ എന്നറിയോ, ശിഷ്യസ്നേഹം എന്ന് പറയൂലോ. പിന്നെ ഈ അർജുനൻ ഭഗവത്ഗീതയിലേ ഞാൻ ശിഷ്യനാണ്, എന്നെ വേണ്ട വഴിക്ക് എനിക്ക് എന്താണ് എനിക്ക് ശ്രേയസ്കരാച്ച് അത് പറഞ്ഞെന്ന് എന്നെ നയിക്കൂ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ദാസസ്നേഹം എന്ന് പറഞ്ഞു ഇതിൽ ആരഗുഹൻ. ഇനി 68ഉം 69ഉം ചെയ്യാം. രാമസ്തമാഹ സുപ്രീതോ വചനം ശൃണു മേ സഖേ ന വേക്ഷ്യാമി ഗൃഹം ഗ്രാമം നവവർഷാണി പഞ്ചച ദത്തമന്യേന നോ ഭുഞ്ജേ ഫലമൂലാദി കിഞ്ചന രാജ്യം മമൈദത്തേ സർവം ത്വം സഖാമേതി വല്ലഭ. സുപ്രീതഃ രാമഃ തം ആഹ. വളരെ പ്രീതനായി ഈ ഗുഹൻ്റെ അത്ര ഭക്തി കലർന്ന വാക്കുകൾ കേട്ടിട്ട് ശ്രീരാമന് സന്തോഷമായിട്ട് പറഞ്ഞു, സഖേ മേ വചനം ശൃണു. എൻ്റെ സഖാവേ, ഞാൻ പറയണത് കേട്ടാലും. നവ പഞ്ചവർഷാണി 14 വർഷ കാലം. നവവും പഞ്ചവും ചാന്താ 9 5 14. നവപഞ്ച വർഷാണി ച 14 വർഷം എന്നർത്ഥം. നവഞ്ച 9 അല്ലേ, പഞ്ച 9 5 14. 14 വർഷം കാലം ഗൃഹം ഗ്രാമം ന വേക്ഷ്യാമി. എനിക്ക് ഒരു ഗൃഹത്തിലോ ഗ്രാമത്തിലോ ഒന്നും എനിക്ക് പോകാൻ പാടില്ല. കാരണം അച്ഛൻ 14 കൊല്ലം വനവാസമാണ് എനിക്ക് നൽകിയത്. അപ്പം എനിക്ക് എൻ്റെ രാജ്യത്ത് മാത്രമല്ല, വേറെ ഒരാളുടെ രാജ്യത്തോ വേറൊരാളുടെ ഗൃഹത്തിലേക്കോ എനിക്ക് പോകാൻ പാടില്ല. കാരണം എൻ്റെ പ്രതിജ്ഞ സത്യത്തിന് വിരോധമാണത്. എനിക്ക് വനവാസമാണ് അച്ഛൻ വിധിച്ചത്. അപ്പോൾ എനിക്ക് ഗൃഹം ഗ്രാമം ന വേക്ഷ്യാമി, ഒരു ഗൃഹത്തിലോ ഗ്രാമത്തിലോ എനിക്ക് പ്രവേശിക്കാൻ പാടില്ല, ഞാൻ പ്രവേശിക്കില്ല. അന്യേന ദത്തം കിഞ്ചന ഫലമൂലാദി ന ഭുഞ്ചേ. വേറൊരാളെ തന്ന ഒരു ഫലമൂലാദികളും ഞാൻ ഭുജിക്കുകയില്ല. നീ തന്നത് എനിക്ക് വളരെ സന്തോഷമായി. നീ രാജ്യം തന്നു, ഫലമൂലാദികളൊക്കെ എത്ര സ്നേഹത്തോടെ തന്ന. പക്ഷെ എൻ്റെ സത്യത്തിന് വിരോധമായിട്ടുള്ളത് എനിക്ക് ചെയ്യാൻ വയ്യ. നിൻ്റെ കൂടെ വരാൻ വയ്യ, രാജ്യത്തേക്ക് നിൻ്റെ ഗൃഹത്തിലേക്ക് വരാൻ വയ്യ. നീ തന്ന അന്യനാൽ നൽകപ്പെട്ട ഫലമൂലാദികളെ ഞാൻ ഭുജിക്കില്ല. തേ ഏതത് രാജ്യം സർവം മമ. നിൻ്റെ ഈ രാജ്യം ഒക്കെ എൻ്റേത്. ത്വമ്മേ അതിവല്ലഭ സഖ. നീ എനിക്ക് ഏറ്റവും പ്രിയനായിട്ടുള്ള സഖാവാണ്. പോരെ. എന്താ പറഞ്ഞ ഗുഹൻ പറഞ്ഞപ്പോൾ ഗുഹൻ ഇങ്ങനെ സർവാത്മനാ ശരണാഗതി അടഞ്ഞപ്പോഴേ ശ്രീരാമൻ ആ ഭക്തി കണ്ടിട്ട് വളരെ സന്തോഷമായിട്ട് പറഞ്ഞു, ഞാൻ പറയണമെന്ന് നീ കേക്ക്. 14 വർഷം എനിക്ക് ഒരു വീട്ടിലോ ഒരു നഗരത്തിലോ പ്രവേശിക്കില്ല ഞാൻ. മാത്രമല്ല വേറൊരാൾ തരണ ഫലമൂലാദികളൊന്നും ഭക്ഷിക്കില്ല. നിനക്കുള്ളതെല്ലാം എൻ്റെ ആണ് എന്നുള്ള ആ അറിവ് നിനക്ക് ഉണ്ടല്ലോ, അത് മതി. നീ പറഞ്ഞില്ലേ ഇപ്പം എൻ്റെ രാജ്യം മുഴുവൻ അങ്ങയുടെയാണ് പറഞ്ഞില്ലേ, ആ ഒരറിവ്. നമ്മുടേതായിട്ട് സ്വന്തമായിട്ട് ഒന്നുമില്ല, എല്ലാം ഭഗവാൻ നമുക്ക് നൽകിയതാണ്. എപ്പോൾ വേണമെങ്കിൽ തിരിച്ചെടുക്കാം എന്നുള്ള അറിവ്. ആലോചിച്ച് നോക്കൂ. ഒരു പഠിപ്പില്ല, ഒരു പുസ്തകം വായിച്ചിട്ടില്ല, ഒരു പ്രഭാഷണം കേട്ടിട്ടില്ല,
അനവധി എന്താ പറയുക, നമ്മളെപ്പോലെയൊക്കെ ഇത് വായിച്ച് അനവധി വ്യാഖ്യാനങ്ങൾ വായിച്ച് ഒന്നും ചെയ്തിട്ടില്ല ഗുഹൻ. പക്ഷെ അറിയാം എൻ്റേതെന്ന് പറയാൻ ഈ ലോകത്തിൽ ഒന്നുമില്ല. എല്ലാം ഭഗവാൻ നമുക്ക് തന്നതാണ്. കുട്ടികളും ഭർത്താവും ഗൃഹം എന്ന് വേണ്ട, നമ്മൾ എൻ്റേന്ന് പറയുന്ന ഈ ശരീരം പോലും മനസ്സ് പോലും നമുക്ക് ഭഗവാൻ തന്നതാണ്. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാം എന്നുള്ള ആ അറിവ് ഈ ഗുഹനുണ്ടെന്ന് ഭഗവാൻ മനസ്സിലായി. അതുകൊണ്ടല്ലേ ഇങ്ങനെ എല്ലാം കൊടുത്ത് സർവാത്മന ശരണാഗതി അടഞ്ഞു. അപ്പം പറഞ്ഞു, നിനക്ക് ആ ബോധമുണ്ടല്ലോ, അതുകൊണ്ട് മാത്രം നീ എനിക്ക് അത്യന്തം പ്രിയപ്പെട്ടവനാണ്. അതായത് നിഷ്കിഞ്ചനൻ, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ, നിഷ്കിഞ്ചനന്മാരെയാണ് ഭഗവാൻ ഇഷ്ടം. ഭഗവാനല്ലാതെ എനിക്ക് വേറെ ഒരു സ്വത്തില്ല എന്ന് വിചാരിക്കുന്ന നിഷ്കിഞ്ചനന്മാരെയാണ് ആർക്ക് ഭഗവാനിഷ്ടം. എനിക്ക് ഭഗവാനല്ലാതെ വേറെ ഒന്നും എനിക്കില്ല, ഭഗവാൻ മാത്രമേ എനിക്കുള്ളൂ, ഈ കാണുന്നതൊക്കെ എനിക്ക് ഭഗവാൻ തന്നതാണ്, എപ്പോൾ വേണമെങ്കിൽ അത് മടക്കിയെടുക്കാം എന്നുള്ള ആ ഒരറിവ് ഗുഹനുണ്ടെന്ന് കണ്ടപ്പോൾ ഭഗവാൻ വളരെ സന്തോഷമായിട്ട് ഭഗവാൻ പറഞ്ഞു, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടനാണ്, എങ്കിൽ പോലും എൻ്റെ പ്രതിജ്ഞ എനിക്ക് നിറവേറ്റണം. അതുകൊണ്ട് ഞാൻ നിൻ്റെ ഗ്രാമത്തിലേക്കോ ഗൃഹത്തിലേക്കോ ഇപ്പോൾ വരില്ല, മാത്രമല്ല ഫലമൂലാദികൾ എനിക്ക് ഭക്ഷിക്കാനും സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് 68ഉം 69ഉം കഴിഞ്ഞ് നമുക്ക് ഈ ഒരു സർഗം നമുക്ക് കഴിയാൻ പറ്റും. കാരണം ഇനി 4-5 ശ്ലോകമേ ഉള്ളൂ. വടക്ഷീരം സമാന്യ, അത് വായിക്കണമല്ലോ. രാമസ്തമാഹ സുപ്രീതോ വചനം ശൃണുമേ സഖേ നവേക്ഷ്യാമി ഗൃഹം ഗ്രാമം നവവർഷാണി പഞ്ചച ദത്തമന്യേന നോ ഭുഞ്ചേ ഫലമൂലാദി കിഞ്ചന രാജ്യം മമൈതത്തെ സർവം ത്വം സഖാമേതി വല്ലഭ. വടക്ഷീരം സമാനായ ജടാമുകുടമാദരാത് ബബന്ധ ലക്ഷ്മണേനാഥ സഹിതോ രഘുനന്ദന. വടക്ഷീരം സമാനായ, ആലിൻ്റെ പാല് വരുത്തിയിട്ട് ലക്ഷ്മണേന സഹിത രഘുനന്ദന, ലക്ഷ്മണോട് കൂടിയ രാമൻ ജടാമുകുടം ആദരാത് ബബന്ധ, ജട പിരിച്ച് കെട്ടി. അതായത് എന്താ അറിയുമോ, ആലിൻ്റെ പാല് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു ഗുഹനോട്. അപ്പോൾ ആലിൻ്റെ കറ കൊണ്ടുവന്നു. അതിനെ തലമുടിയിൽ പെരട്ടിയിട്ട് ലക്ഷ്മണനും രാമനും ജട, അതായത് അപ്പം തന്നെ വല്ലാതെ ഒട്ടും, അപ്പോൾ തലമുടി ജടയാക്കി കെട്ടിവെച്ചു. വടക്ഷീരം സമാനായ ജടാമുകുടമാദരാൽ ബബന്ധ ലക്ഷ്മണേനാഥ സഹിതോ രഘുനന്ദന. ഇനിയോ, ജലമാത്രം തു സംപ്രാശ്യ സീതയാ സഹ രാഘവ ആസ്തൃതം കുശപർണാദ്യൈ ശയനം ലക്ഷ്മണേന ഹി ഉവാസ തത്ര നഗരപ്രാസാദാഗ്രേ യഥാ പുരാ സുഷ്വാപ തത്ര വൈദേഹ്യ പര്യങ്ക ഇവ സംസ്കൃതേ. ജലമാത്രം തു സംപ്രാശ്യ, ജലം മാത്രം ഭക്ഷിച്ചിട്ട് അല്ലെങ്കിൽ പാനം ചെയ്തിട്ട് രാഘവ സീതയാ സഹ, രാഘവൻ സീതയോടുകൂടി ലക്ഷ്മണനാൽ കുശപർണാദ്യൈ ആസ്തൃതം ശയനം, ഇല കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ബെഡ്, ശയനം ഇലകൾ വെച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു കിടക്കാനുള്ള സ്ഥലം, ഉവാസ വസിച്ചു. നഗരപ്രാസാദാഗ്രേ യഥാപുര, നഗരത്തിൽ പണ്ട് വലിയ മാളികയുടെ മുകളിൽ എന്ന പോലെ തത്ര അതിൽ സംസ്കൃതേ പര്യങ്കേ ഇവ, നല്ല ഒരു മെത്തയിൽ കിടക്കണ പോലെ വൈദേഹ്യ സീതയോടുകൂടി സുഷ്വാപ ഉറങ്ങി. എന്താ അറിയോ, ശ്രീരാമനും സീതയും അന്ന് ജലം മാത്രമേ കഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് അപ്പോഴേക്കും ലക്ഷ്മണൻ ദർഭപ്പുല്ലും ബാക്കി ഉണങ്ങി നല്ല സോഫ്റ്റായിട്ടുള്ള ഇലകളും ഒക്കെ കൊണ്ടുവന്ന് നല്ലൊരു ബെഡ്, ഒരു കോസറി പോലെ ഉണ്ടാക്കി. എന്നിട്ട് അയോധ്യയിൽ എങ്ങനെയാണ് മാളിക മുകളിൽ രാജധാനിയിൽ കിടക്കുക സുഖമായിട്ട്, അതുപോലെ ഉറങ്ങണ സമയമായപ്പോൾ സീതയോടുകൂടി ശയിച്ച് നല്ല പട്ട് മെത്തേലാണ് കിടക്കണ എന്ന പോലെ സീതയോടുകൂടി ആ എന്താ പറയുക ഇല കൊണ്ടുണ്ടാക്കിയ ബെഡിൽ സുഖമായിട്ട് കിടന്നുറങ്ങി. ജലമാത്രം ത്വസംപ്രാശ്യ സീതയാ സഹ രാഘവ
ആസ്തൃതം കുശപർണാദ്യൈ ശയനം ലക്ഷ്മണേന ഹി ഉവാസ തത്ര നഗരപ്രാസാദാഗ്രേ യഥാ പുരാ സുഷ്വാപ തത്ര വൈദേഹ്യ പര്യങ്ക ഇവ സംസ്കൃതേ. ഇനി താത്തോ നമുക്കിതിൽ കുറച്ച് പറയാനുണ്ട്, അത് ഞാൻ അടുത്ത പ്രാവശ്യം പറയാം കേട്ടോ. ഇതങ്ങടുത്ത് കേട്ടിട്ട് അടുത്ത പ്രാവശ്യം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ വായിച്ചത് പറയാം. തതോ വിദൂരേ പരിഗൃഹ്യ ചാപം സ ബാണതൂണീരധനു സലക്ഷ്മണാം രരക്ഷ രാമം പരിതോ വിപശ്യൻ ഗുഹേന സാർത്ഥം സശരാസനേന. സ ബാണതൂർണീരധനു സ ലക്ഷ്മണ. അതായത് ബാണവും ആവനാഴിയും വില്ലും ഒക്കെ ധരിച്ച് ലക്ഷ്മണൻ ചാപം പരിഗ്രഹിക്കുക, വില്ലിങ്ങനെ അമ്പെയ്യാൻ റെഡിയായിട്ട് പിടിച്ചും കൊണ്ട് ശരാസനേന ഗുഹേന സാർത്ഥം, വില്ല് ധരിച്ചിരിക്കുന്ന ഗുഹനും വില്ല് പിടിച്ച് നിൽക്കണ്ട. അതായത് ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ അവരെ തുരത്തി ഓടിക്കാനേ ഗുഹനോടുകൂടെ പരിതഹ വിപശ്യൻ, 4 ഭാഗത്തും എപ്പോഴും നോക്കിയിട്ട് ജാഗ്രതയായിട്ട്, അതായത് ശ്രീരാമനെ സീതയും കാത്തുരക്ഷിക്കാനേ തതഹ അവിദൂരെ, അതിന് സമീപത്തിൽ രാമം രക്ഷ, രാമനെ രക്ഷിച്ചു. അതായത് ഒരു അമ്പ്, ആവനാഴി, വില്ല് ഇതൊക്കെ കൈ പിടിച്ചിട്ടുണ്ട് ലക്ഷ്മണൻ. ഇപ്പം അങ്ങോട്ട് വില്ല് കൊലയ്ക്കേ വേണ്ടു, അങ്ങനെ വേണമെങ്കിൽ ആവശ്യം വന്നാൽ. ഗുഹനും അതേ കയ്യിൽ വില്ല് പിടിച്ചിട്ടുണ്ട്, ലക്ഷ്മണൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ 2 പേരും വല്ല ദുഷ്ടമൃഗങ്ങളോ അല്ലെങ്കിൽ ചീത്ത കാട്ടുജാതിക്കാരോ ദുഷ്ടന്മാരായിട്ടുള്ള രാക്ഷസന്മാരോ ആരെങ്കിലും വന്നാലോ എന്ന് വിചാരിച്ച് 4 ഭാഗത്തേക്കും ജാഗ്രതയോടുകൂടി സൂക്ഷിച്ച് നോക്കിയും കൊണ്ട് രാമനും സീതയും ഉറങ്ങണ ആ പർണശയനുണ്ടല്ലോ, അതിന്ന് കുറച്ച് അപ്പുറത്ത് മാറി നിന്നും കൊണ്ട് രാമനെ രക്ഷിച്ചും കൊണ്ട് ഉറങ്ങാണ്ട് നിന്നു ലക്ഷ്മണനും ഗുഹനും. അവരുടെ ഒരു 2 പേരുടെ ഒരു ഭക്തിയല്ലേ, അത് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ നിർത്താം. തതോ വിദൂരേ പരിഗൃഹ്യ ചാപം സബാണതൂണീരധനുസ്സ ലക്ഷ്മണ രരക്ഷ രാമം പരിതോ വിപശ്യൻ ഗുഹേന സാർത്ഥം സശരാസനേന. ഇതി ശ്രീമദാധ്യാത്മരാമായണേ ഉമാമഹേശ്വരസംവാദേ അയോധ്യാകാണ്ഡേ 5മഃ സർഗഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമാൻ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.